അസ്സലാമു വറഹമത്തുള്ള. അപ്പോൾ രണ്ട് പഴഞ്ചൊല്ലുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഒന്നാമത്തത് അങ്കൂർ കട്ടേഹെ, മുന്തിരി പുളിയുള്ളതാണ്. അതിന് പിന്നിലുള്ള കഥയും പറഞ്ഞു. രണ്ടാമത്തെ പഴഞ്ചൊല്ലാണ് ബന്ദർ ബാണ്ട്, കുരങ്ങൻ്റെ വിഹിതം വെക്കൽ. അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള രസകരമായ ഒരു കഥയുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സൈലൻ്റ് വാലിയിലെ ഇല്ലിമുളം കാട്ടിൽ അക്കു, ഇക്കു എന്നു പേരുള്ള രണ്ട് പൂച്ചകൾ താമസിച്ചിരുന്നു. ഒരു ദിവസം വിശന്ന് വലഞ്ഞ് അവർ അലയുകയാണ്. അന്നേരമാണ് മലയോരത്ത് ഒരു വീട് കണ്ടത്. ആ വീട്ടിൽ കയറി അതിൻ്റെ അടുക്കളയിൽ ആകെ പരിശോധിച്ചു. നോക്കുമ്പോൾ ഭക്ഷണമൊന്നും കാണുന്നില്ല. ഭക്ഷണമെല്ലാം അകത്ത് ഫ്രിഡ്ജിനുള്ളിലാക്കിയിട്ട് പൂട്ടിയിട്ടിട്ട്. പുറത്ത് ആകെ ഒരു റൊട്ടി കഷ്ണം മാത്രം. അപ്പോൾ രണ്ടു പേർക്കും നല്ല വിശപ്പുണ്ട്, വിശന്ന് കണ്ണ് കാണുന്നില്ല. അപ്പോൾ അതിൽ അക്കു ആ റൊട്ടി കഷ്ണം എടുത്ത് ഓടി ഒറ്റയ്ക്ക് ഭക്ഷിക്കാൻ. പിന്നാലെ ഇക്കു ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടിപിടിയായി, കടിപിടിയായി. ഇതൊക്കെ മരമുകളിൽ നിന്ന് മണ്ഡോദരൻ എന്നു പേരുള്ള ഒരു കുരങ്ങൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഇവരുടെ തർക്കമൊക്കെ കണ്ണുകൾ ചുവപ്പിച്ചിരിക്കുന്ന ഈ പൂച്ചകളുടെ നിൽപ്പ് കണ്ടിട്ട് മണ്ഡോദരൻ മരത്തിന് മുകളിൽ നിന്നും ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങളിങ്ങനെ തല്ലുകൂടുന്നത്? നിങ്ങൾക്ക് വളരെ സുഭിക്ഷമായി എളുപ്പത്തിൽ ഭക്ഷണം ലഭിക്കുന്നുണ്ടല്ലോ. ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങളിങ്ങനെ തല്ലുകൂടി കഴിഞ്ഞാൽ ഏതെങ്കിലും വല്ല നായകൾ വന്നിട്ട് ഈ ഭക്ഷണം കഴിച്ചു കൊണ്ടുപോകും. എന്ന് മാത്രമല്ല, നിങ്ങളെ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? മണ്ഡോദരൻ പറഞ്ഞു, ഞാനിത് വീതം വെച്ച് തരാം. അവർക്കും സമ്മതം. മണ്ഡോദരൻ തുലാസെടുത്തിട്ട് ഈ റൊട്ടിയെ രണ്ട് കഷ്ണമാക്കി. ഒരു കഷ്ണം ഒരു ത്രാസിലും മറ്റേത് ത്രാസിൻ്റെ മറ്റേ പ്ലേറ്റിലും വെച്ചു. അപ്പോൾ അതിലൊന്ന് വലുപ്പം കൂടുതലായിരുന്നു. അതിൽ നിന്നും മണ്ഡോദരൻ കടിച്ചു. ആ വലിയ റൊട്ടി ഒരു കടി കടിച്ചു. എന്നിട്ട് ത്രാസിലേക്ക് ഇട്ടു. അപ്പോൾ നേരത്തെ ചെറിയതായിരുന്നത് ഇപ്പോൾ വലുതായി. അപ്പോൾ അതിൽ നിന്നും ഒരു കടി മണ്ഡോദരൻ കഴിച്ചു. അങ്ങനെ വലുതാവുന്നത് ഒന്ന് കടിക്കുമ്പോൾ അത് ചെറുതാവും, വീണ്ടും വലുതുള്ളതിന് കടിക്കുമ്പോൾ അത് ചെറുതാവും. ആ രീതിയിൽ കടിച്ച് അവസാനം ഒരു ചെറിയ റൊട്ടി കഷ്ണം മാത്രം ബാക്കിയായി. ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ അക്കുവും ഇക്കുവും. അവസാനം ആ ചെറിയ റൊട്ടി കഷ്ണമെങ്കിലും തങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതിയിട്ട് അവർ ആ റൊട്ടി കഷ്ണം തരാൻ പറഞ്ഞു. മണ്ഡോദരൻ പറഞ്ഞു, ഒരുപാട് നേരമായിട്ട് ഞാൻ ഈ ത്രാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടി കഷ്ണം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എൻ്റെ കൈകൾ വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂലിയായിട്ട് ഞാൻ ഈ റൊട്ടി കഷ്ണം എടുക്കുന്നു എന്ന് പറഞ്ഞ് അവസാനത്തെ റൊട്ടി കഷ്ണവും മണ്ഡോദരൻ എടുത്തു കൊണ്ടുപോയി. ഇതാണ് ബന്ദർ ബാണ്ട്, കുരങ്ങൻ്റെ വിഭജനം എന്ന് പറയുന്നത്. അഥവാ അതിൻ്റെ അർത്ഥം, ഏതെങ്കിലും ഒരു തർക്കത്തിൽ നീതി കാണിക്കുന്ന കാരണത്താൽ നീതി കാണിക്കുന്നു എന്ന് കരുതിപ്പിച്ചിട്ട് കാര്യം നേടുക, ഉദ്ദേശം നേടുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാൻ വായിക്കാം, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ജഗട തർക്കം, കെ ബഹാനെ കാരണത്താൽ, കാം ബനാന കാര്യം നടപ്പിലാക്കുക, ഭൂഖ വിശന്ന, ബാവർച്ചി ഖാന അടുക്കള, ടുക്കട കഷ്ണം, രുഹ്ജാന ബാക്കിയാവുക, ബാഗിന അല്ലെങ്കിൽ ദൗഡിന ഓടുക, ബീച്ച് ഇടയിൽ, സുർഹ് ചുവന്ന, ഖഡേഹോന നിൽക്കുക, ഹംല കർണ ആക്രമിക്കുക, ലഡിന പോരാടുക, കബ്സ ജമാന കൈയടക്കുക, ഉത്തർണ ഇറങ്ങുക, മൗക്ക അവസരം, ഹൗറാഖ് ഭക്ഷണം, ആസാനിസെ എളുപ്പത്തിൽ, സബക് സീഖ്ന പാഠം പഠിക്കുക, ജംഗൽ കാട്, മെഹനത് കർണ പരിശ്രമിക്കുക, ആപസ്മയം പരസ്പരം, കുത്ത നായ, ജഖം കർണ പരിക്ക് പറ്റിക്കുക, ഇൻസാഫ് കർണ നീതി കാണിക്കുക, വസിൻ അളവ്, പലട്ട് പ്ലേറ്റ്. ഓക്കെ. കുത്തർണ പല്ലുകൊണ്ട് മുറിക്കുക, ദോബാര രണ്ടാം പ്രാവശ്യം, ഭാരി ഭാരമുള്ള, കാട്ടിന മുറിക്കുക, തക്താരഹിന നോക്കിക്കൊണ്ടിരിക്കുക, രേസ് കഷ്ണം, ഫല നന്മ, ഖറാബി മോശത്തരം, ബിഗാഡിന നാശം വരുത്തുക, ഉഠാന ഉയർത്തുക, മസ്ദൂരി കൂലി. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം.
ബന്ദർബാൺ കുരങ്ങൻ്റെ വിഭജനം അല്ലെങ്കിൽ വിഹിതം വെക്കൽ. അതിൻ്റെ അർത്ഥമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. കിസി ജഗഡേമേ ഏതെങ്കിലും ജഗഡേമേ തർക്കത്തിൽ ഇൻസാഫ് കർണേക്കെ ബഹാനെ നീതി കാണിക്കുന്നു എന്ന കാരണത്താൽ അപ്ന തൻ്റെ കാമ്പനാന കാര്യം നേടുക, ഉദ്ദേശം നേടുക. ഓക്കെ, കഥ പറയാം. ഏക് ദിൻ ഒരു ദിവസം രണ്ട് ഭൂഖി ബില്ലിയാം രണ്ട് വിശന്ന് വലഞ്ഞ പൂച്ചകൾ കിസി ഖെർക്കെ ബാവർച്ചി ഖാനേമേ ഏതോ ഒരു ഖെർക്കെ വീടിൻ്റെ ബാവർച്ചി ഖാനേമേ അടുക്കളയിൽ ദാഖിൽ ഹുയേ പ്രവേശിച്ചു. ഒരു ദിവസം വിശന്ന് വലഞ്ഞ രണ്ട് പൂച്ചകൾ ഏതോ ഒരു വീടിൻ്റെ അടുക്കളയിൽ പ്രവേശിച്ചു. ഖാനേക്ക് തമാം ചീസേ അന്തർ ബന്ധത്തെ ഖാനേക്ക് ഭക്ഷണത്തിൻ്റെ തമാം ചീസ എല്ലാ വസ്തുക്കളും കഴിക്കാനുള്ള എല്ലാ വസ്തുക്കളും അന്തർ വീടിൻ്റെ ഉള്ളിൽ ബന്ധത്തെ അത് അടക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഉനെ അവർക്ക് കുച്ച് ഖാനേക്കോ തിന്നാൻ എന്തെങ്കിലും നമില ലഭിച്ചില്ല, തിന്നാൻ ഒന്നും ലഭിച്ചില്ല. ഏക് പ്ലേറ്റ് ഒരു പ്ലേറ്റിൽ റോട്ടി ക ടുക്കട റൊട്ടിയുടെ കഷ്ണം ഗയാത്ത ബാക്കിയുണ്ടായിരുന്നു. ഏക് ബില്ലി അതിൽ നിന്നും ഒരു പൂച്ച അഥവാ അക്കു ഉസേ ആ കഷ്ണത്തെ ലേക്കർ എടുത്തിട്ട് ബാക്കി ഓടി. ദൂസരി രണ്ടാമത്തെ പൂച്ച ഉസ്കെ പീച്ചെ അതിൻ്റെ ഒന്നാമത്തതിൻ്റെ പിന്നാലെ ദൗടി ഓടി. ആഖർ അവസാനം രണ്ടുപേർക്കിടയിലും ജഗഡ ഹോനെ ലഗ തർക്കമുണ്ടാവാൻ തുടങ്ങി. റോട്ടി ക ടുക്കട ഈ റൊട്ടിയുടെ കഷ്ണം ദോനോക്കെ ബീച്ച് രണ്ടുപേർക്കുമിടയിൽ രഖാഹുവാത്ത വെക്കപ്പെട്ടിരുന്നു. രണ്ടുപേരും ഇടവും വലം തിരിഞ്ഞേക്കാണ്, രണ്ടുപേർക്കിടയിലാണ് ഈ റൊട്ടി വെച്ചിരുന്നത്. ഇവർ തർക്കം കൂടാൻ നിൽക്കുകയാണല്ലോ അല്ലേ. ദോനോ ബില്ലിയ രണ്ട് പൂച്ചകളും ആങ്കേൻ സുർഖ് കണ്ണുകൾ ചുവപ്പിച്ചിട്ട് ഓർ ബാൽ ഖടേക്കിയെ മുടി പൊക്കിയിട്ട്, പൂച്ചകൾ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും, മുടിയും അതിൻ്റെ പിന്നെ നാരുകളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, മുകളിലേക്ക് ഉയർത്തും. അപ്പോൾ കണ്ണുകൾ ചുവപ്പിച്ചിട്ട് ബാൽ മുടി ഖടേഖയെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഖടേഖിയെ ഹുയെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഏക് ഒരാൾ ദൂസരെ പേർ മറ്റൊരാളുടെ മേൽ ഹംല കർണേക്കോ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നു. ഏക് ദറഖ്ത് പർ ഒരു മരത്തിൽ ബൈഠാ ഹുവ ഇരുന്നിട്ട് ബന്ദർ കുരങ്ങച്ചൻ ഏക് ദറഖ്ത് പർ ഒരു മരത്തിൽ ബൈഠാ ഹുവ ഇരുന്നിരുന്ന ബന്ദർ കുരങ്ങച്ചൻ ഉൻകി ലഡായി അവരുടെ തർക്കം ദേഖ് രഹാഥ കണ്ടുകൊണ്ടിരുന്നു. വോ ആ കുരങ്ങൻ ഹുദ് സ്വയം റോട്ടി പർ ആ റൊട്ടി കബ്സ ജമാനേക്ക് കൈക്കലാക്കാൻ വേണ്ടി ഫിക്ർമേ ഥാ ചിന്തയിലായിരുന്നു. ആ റൊട്ടി എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ഉദാഹരണം ഒറ്റയ്ക്ക് കൈക്കലാക്കണമെന്ന ചിന്തയിലായിരുന്നു ആ കുരങ്ങൻ ഉണ്ടായിരുന്നത്. മൗഖ ദേഖർ ഈ ഒരു അവസരം കണ്ടിട്ട് വോ കുരങ്ങൻ നീച്ചെ ഉത്തര മരത്തിന് അടിയിലേക്ക് ഇറങ്ങി. ഉസ്നെ കഹ അവൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, പൂച്ചകളോട് പറഞ്ഞു, ശുക്ർ കരോഗെ നിങ്ങൾ ശരിക്ക് നന്ദി ചെയ്യണം. നിങ്ങൾക്ക് ലോകോം കെ ഘറോമേ ആളുകളുടെ വീടുകളിൽ ആസാനീസെ വളരെ എളുപ്പത്തിൽ ഖൗറാഖ് മിൽ ജാത്തി ഹേ ഭക്ഷണം ലഭിക്കുന്നു. നിങ്ങൾക്ക് ആളുകളുടെ വീടുകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഖൗറാഖ് മിൽ ജാത്തി ഹേ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം. ഹംസെ സബക് സീക്കോ ഞങ്ങളിൽ നിന്നും പാഠം പഠിക്കുക. കുരങ്ങശൻ പറയണം, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വർഗത്തിൽ നിന്നും പാഠം പഠിക്കുക. ഞങ്ങൾ ജംഗൽ മേ കാടിൽ ഖൗറാഖ് കേലിയെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കിത്നി മിഹിനത് കർത്തേ ഹേ എത്ര പരിശ്രമിക്കുന്നുണ്ട്. ഫിർബി എന്നിട്ടും ആപസ്മേ പരസ്പരം നെഹിയിലെടുത്ത് പോരാടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ കണ്ട് നിങ്ങൾ പഠിക്കണം. അഗർ തും ദോനോ ലടുത്തി രഹേത്തോ നിങ്ങൾ രണ്ടുപേരും ലടുത്തി രഹേത്തോ അഗർ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നല്ലർത്ഥം. അപ്പോൾ അഗർ തും ദോനോ ലടുത്തി രഹേത്തോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കച്ചറ കൂടുകയാണെങ്കിൽ, തല്ല് കൂടുകയാണെങ്കിൽ, കുത്ത ആക്കർ ഏതെങ്കിലും ഒരു നായ വന്നിട്ട് റോട്ടി ഖാ ജായക നിങ്ങളുടെ റൊട്ടി തിന്നും. ഓർ തിന്ന മാത്രമല്ല തും ദോനോക്കോ നിങ്ങളെ രണ്ടുപേർക്കും ജഖ്മി ബി കർ സക്താ ഹേ പരിക്ക് പറ്റിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യും നായ. ബില്ലിയോനെ പൂച്ചകൾ കുറച്ച് സമയം ചിന്തിച്ചു. അവർ എന്നിട്ട് ബന്ദർ സെ കഹ കുരങ്ങച്ചനോട് പറഞ്ഞു, എന്തെന്നാൽ ഭയ സഹോദര തും ഹി ഇൻസാഫ് കർദോ നീ തന്നെ നീതി നടപ്പാക്കുക ഞങ്ങൾക്കിടയിൽ. ബന്ദറിനെ കുരങ്ങൻ റോട്ടിക്ക് ദോ ടുക്കടേക്ക്
റൊട്ടിയെ ദോ ടുക്കടെ 2 കഷ്ണങ്ങളായി കിയെ ചെയ്തു. ബന്ദറിനെ കുരങ്ങൻ റൊട്ടിയെ 2 കഷ്ണങ്ങളാക്കി. തറാസ് തറാസ് തറാസു ഉഠാക്കർ ത്രാസ് അറിയാമെന്നല്ലോ അല്ലേ. ത്രാസ് ഉഠാക്കർ ഉയർത്തിയിട്ട് ഉസ്കെ ദോനോ പലട്ടോമേ, ത്രാസിന് 2 പ്ലേറ്റുകൾ ഉണ്ടാവും അല്ലേ, അതിൻ്റെ 2 പ്ലേറ്റുകളിലും ഏക് ടുക്കട ഓരോ കഷ്ണം രഖ വെച്ചു. ദോനോ ക വസിൻ, രണ്ടിൻ്റെയും തൂക്കം അല്ലെങ്കിൽ അളവ് ബറാബറിനത്ത ഒരുപോലെ ആയിരുന്നില്ല. അപ്പോൾ കുരങ്ങൻ ആദ്യമേ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാക്കിയിട്ടാണ് അത് മുറിച്ചത് എന്നർത്ഥം. ഉസ്നെ അവൻ കുരങ്ങൻ ബഡേ ടുക്കടേക്കോ അതിലെ വലിയ കഷ്ണത്തെ ദാന്ത് സെ പല്ലുകൊണ്ട് കുത്തർക്കർ കടിച്ചിട്ട് ഖാലിയ തിന്നു. വലിയ കഷ്ണത്തിൽ എന്ത് ചെയ്തു, ഒരു കഷ്ണം ആ വലിയ കഷ്ണത്തിൽ നിന്നും ഒരു കഷ്ണം കടിച്ചു തിന്നു. ദോബാറ 2ാം പ്രാവശ്യം വസിൻ കിയ അളന്നു നോക്കി. അപ്പോൾ ദൂസര ടുക്കട മറ്റേ കഷ്ണം അഥവാ നേരത്തെ ചെറുതായിരുന്ന കഷ്ണം ഭാരി ഹോഗയ അത് വലുതായിരിക്കുന്നു, അതിന് ഭാരം കൂടിയിരിക്കുന്നു. ഉസ്കോബി അതിനെയും ഉസ്നെ കുരങ്ങച്ചൻ ദാന്ത് സെ പല്ലുകൊണ്ട് കാട്ട്കർ മുറിച്ചിട്ട് ഥോടാസ ഖാലിയ കുറച്ച് ഭക്ഷിച്ചു. ഥോടാസ എന്ന് പറഞ്ഞാൽ കുറച്ച്. യഹി കാം ഉസ്നെ കൈ, ഇതേ ജോലി പറഞ്ഞാൽ വലുതും വന്ന് കടിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് ചെറുതാവും, പിന്നെ മറ്റേ വന്ന് കടിക്കും, അത് ചെറുതാവും. യഹി കാം ഇതേ ജോലി ഉസ്നെ അവൻ കൈ ബാർ പല പ്രാവശ്യം കിയ ചെയ്തു. അവർ ബില്ലിയ നമ്മുടെ പൂച്ചകളോ പൂച്ചകൾ ഉസ്കി തൊറഫ് അവന് നേരെ തെക്തീരഹേ നോക്കിക്കൊണ്ടേയിരുന്നു. എന്തെന്നാൽ ഇൻസാഫ് കബ് ഹോക, എപ്പോഴാണ് ഈ നീതി കിട്ടുക എന്ന് ആലോചിച്ചിട്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. നമ്മളല്ലേ അച്ഛേദിൻ ആയക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, നല്ല ദിവസങ്ങൾ വരുന്നു എന്ന് മോഡി പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിക്കണ്ടല്ലോ അല്ലേ, എവിടെ അച്ഛേദിൻ, ഒരു ദിവസം അച്ഛേദിൻ വരുന്നില്ലല്ലോ. അതുപോലെ പൂച്ചകൾ ഇങ്ങനെ നോക്കിക്കാണ് എപ്പോഴാണ് ഇൻസാഫ് വരിക, നീതി വരിക. ആഖർമേ അവസാനം ഏക് ചോട്ടാസ ടുക്കട റുഹ്ഗയ, ഒരു ചോട്ടാസ ചെറിയ, ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ചോട്ടാസ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ചോട്ടാസ വളരെ ചെറിയ ടുക്കട കഷ്ണം റുഹ്ഗയ അത് ബാക്കിയായി. അപ്പോൾ ഇപ്പോൾ ബന്ദർ പോലെ കുരങ്ങൻ പറഞ്ഞു എന്തെന്നാൽ ഉസ്കെ ക്യാ രേസേ കരും ഇസ്കെ ആ ഒരു ചെറിയ കഷ്ണത്തെ, കുരങ്ങൻ പറയാണ് ഇസ്കെ ആ ചെറിയ കഷ്ണത്തെ ക്യാ എങ്ങനെ, അതുപോലെ എന്ത് രേസേ കരും എങ്ങനെയാണ് ഞാനിങ്ങനെ കഷ്ണിക്കുക, ഇനിയും ഞാൻ ആ ചെറിയ കഷ്ണത്തെ എങ്ങനെയാണ് ഇനി കഷ്ണാക്കുക. ഉസ്സേ തുമാരി ക്യാ ഭല ഹോക, ഉസ്സേ ഇനി അതിന് കഷ്ണിച്ചാലും ഉസ്സേ അതുകൊണ്ട് തുമാര നിങ്ങൾക്ക്, പൂച്ചകളെ നിങ്ങൾക്ക് ക്യാ ഭല ഹോക എന്ത് നന്മയുണ്ടാകുക, അത്ര ചെറിയ കഷ്ണം മുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തന്നിട്ട് എന്ത് നന്മയുണ്ടാകുക, നിങ്ങളെ വയറെന്നറിയോ. തുമാരി നീയത്ത് കി ഖറാബീനെ, നിങ്ങളുടെ കുരങ്ങാരെ വിമർശിക്കുകയാണ്. തുമാരി നിങ്ങളുടെ നീയത്ത് കി ഖറാബീനെ, നിങ്ങളുടെ നീയത്തിൻ്റെ മോശത്തരം പഹിലേഹി പണ്ട് തന്നെ കാം ബിഗാഡിയ നമ്മുടെ ജോലിയെ മോശമാക്കി. അപ്പം നിങ്ങളുടെ നീയത്ത് നന്നായിരുന്നില്ല, നല്ലതായിരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രം കഴിക്കാമെന്നായിരുന്നു നിങ്ങൾ നീയത്ത്, അതുകൊണ്ട് നിങ്ങളുടെ നീയത്ത് തന്നെ നന്നായിരുന്നില്ല, അത് തന്നെ നമ്മുടെ ജോലി എന്ത് ചെയ്തു പിന്നെ മോശമാക്കി. മൈനെ ഞാൻ ദോനോ ടുക്കടോ ക 2 കഷ്ണങ്ങളെയും വസിൻ ബറാബർ കർണേമേ ഈ 2 കഷ്ണങ്ങളെയും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട്, ഒരേപോലെ ആക്കിയിട്ടില്ല കേട്ടോ, അങ്ങനെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് കിത്നി മെഹനത്ത് കിയേ, എത്രമാത്രം മെഹനത്ത് കിയേ പിന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. ത്രാസ് ഉഠായ ഈ ത്രാസ് ഉയർത്തി ഹാത്ത് എൻ്റെ കൈകൾ തെക്ക് ഗയേ ക്ഷീണിച്ചു പോയി. ചലോ നമുക്ക് പോവാം അല്ലേ, തൽക്കാലം നമുക്ക് പോവാം. ഏ ടുക്കടാഹി ഈ ഒരു ചെറിയ കഷ്ണം, അവസാനം ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ചെറിയ കഷ്ണം മെരി മസ്ദൂരി എൻ്റെ കൂലിയായിട്ട്, നിങ്ങൾക്ക് വീതിച്ചതിലുള്ള മെരി മസ്ദൂരി എൻ്റെ കൂലിയായിട്ട് തരൂ. വീതിച്ചു എന്നുള്ളൂ, ഇവർക്ക് കിട്ടിയിട്ടില്ല, മനസ്സിലായില്ലേ, വീതിച്ചതിനുള്ള കൂലിയായിട്ട് തരൂ. കക്കർ ഇത് പറഞ്ഞിട്ട് ബന്ദറിനെ കുരങ്ങച്ചൻ ഓ ടുക്കടാബി ആ കഷ്ണവും ഖാലിയ തിന്നു എന്നർത്ഥം, മനസ്സിലായോ. അപ്പോൾ പിന്നെ ഇതാണ് പറഞ്ഞത്, കൂട്ടം തെറ്റിയാൽ എന്ത് കിട്ടൂല, പിന്നെ ഒന്നും ലഭിക്കില്ല എന്നർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഗൗർ കീജിയെ ശ്രദ്ധിച്ചാലും പിന്നെ അതിൻ്റെ അടിയിൽ സോച്ചിയ ബഥായിയെ അവർ ലിഖിയെ ചോദ്യോത്തരങ്ങൾ ഇതിലുണ്ട്. ജിസ് തൊറ ഷേർ കി ബഹാദുരി മഷഹൂർ ഹെ ഉസി തൊറ ഘോഡെ കി കോൻസി ഹോ മഷഹൂർ, ഈ സിംഹത്തിൻ്റെ പിന്നെ ധൈര്യം പ്രശസ്തമാണ്, അതുപോലെ തന്നെ കുതിരയുടെ ഏത് പിന്നെ സ്വഭാവമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ജിസ് തൊറ ഷേർ കി ബഹാദുരി മഷഹൂർ ഹെ ഉസി തൊറ ഘോഡെ കി വഫാദാരി മഷഹൂർ ഹെ എന്നാണ് ഉത്തരം.
ഓക്കെ. രണ്ടാമത് ലോമഡി കോ ബാഗ് മേ ക്യാ ചീസ് നസറായി, പിന്നെ കുറുക്കൻ എന്താണ് ആ ഒരു തോട്ടത്തിൽ കണ്ടത് എന്നർത്ഥം. അപ്പോൾ ലോമഡീനെ ബാഗ് മേ അങ്കൂർ കി ബേൽ നസറായി എന്ന് പറഞ്ഞാൽ മതി. 3 ലോമഡീനെ അങ്കൂർ നെ ഖാനെ കി ക്യാ വജഹ ബതായി, ഈ മുന്തിരി തിന്നാതിരിക്കാനുള്ള കാരണം എന്താണ് കുരങ്ങൻ പറഞ്ഞത്. ലോമഡീനെ അങ്കൂർ നെ ഖാനെ കി വജി യേ വജഹ ബതായി കെ അങ്കൂർ കട്ടെ ഹെ, അതാണ് അതിൻ്റെ ഉത്തരം. ബന്ദർ കഹാ ബൈഠാ ഹുവാ താ ഔർ ക്യാ കർ രഹാ താ, കുരങ്ങൻ എവിടെയാണ് ഇരുന്നത്, എന്താണ് കണ്ടിരുന്നത്. അപ്പോൾ ബന്ദർ എവിടെയാണ് ഇരുന്നത്, एक दरख्त पर बैठा हुआ था और उनकी लड़ाई देख रहा था എന്നാണ് അതിൻ്റെ ഉത്തരം. ബില്ലിയോങ്കോ റോട്ടി ക്യൂ नहीं मिली, കുരങ്ങ് എന്തുകൊണ്ടാണ് പൂച്ചകൾക്ക് റൊട്ടി കിട്ടിയത്. ബന്ദർ കി ബാണ്ട് സെ ബില്ലിയോങ്കോ റോട്ടി नहीं मिली എന്നാണ് അതിൻ്റെ ഉത്തരം. ഖാലി ജഗഹോं के नीचे लिखे हुए सही अल्फाज से പുരകി, ഇതിൽ പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവും. എക് ദിൻ എക് ലോമഡി അപ്നി എന്തിൻ്റെ തലാഷ് മേ നിക്കലി, ഗദാക്കി ഭക്ഷണത്തിൻ്റെ. അപ്പോൾ അതുപോലെ നിങ്ങൾ വരുന്ന സ്ഥലങ്ങൾക്കൊക്കെ പൂരിപ്പിക്കുക. ഓക്കെ. രസ്താർ എന്നതിൻ്റെ അർത്ഥം രസമുള്ള എന്നാണ്. രസ് എന്ന രസവും ദാർ എന്ന് ചേർക്കുമ്പോൾ രസമുള്ള എന്നർത്ഥം വരുന്നു. ഓക്കെ. രസീല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ രസിൻ്റെ കൂടെ ദാർ എന്ന് ചേർത്തപ്പോഴാണ് ഈ ഒരു അർത്ഥം ലഭിച്ചത്. അതുപോലെ തന്നെ ഈ ദാർ എന്ന് കൂടെ വരുന്ന വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടിയിൽ എഴുതി കൊടുക്കുക. അഥവാ ചൗക്കി എന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ദാർ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൗക്കി ദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ, വഫാദാർ സമജ്ദാർ മനസ്സിലാവുന്നതിന്, ഇസ്സത്ദാർ അഭിമാനി, ഈമാൻദാർ വിശ്വാസി, മാൽദാർ ധനികൻ, ചമക്ദാർ പ്രഭയുള്ളവൻ, മസേദാർ വളരെ പിന്നെ രുചിയുള്ള ഇതിലൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനെ ദാർ എന്ന് അവിടെ ചേർത്ത് കൊടുത്താൽ മതി. അടിയിൽ പിന്നെ നിങ്ങൾ ഇസ്മ സിഫത്ത് ഫെയിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള ഇസ്മുകൾ സിഫത്തുകൾ ഫിയലുകളൊക്കെ നിങ്ങൾ അവിടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലുള്ള വാക്കുകളുടെ ഓപ്പോസിറ്റ് എഴുതുക. ബഹാദുർ എന്നതിൻ്റെ ബുസ്ദൽ, വഫ ബേവഫ, പാനി ആഗ്, ഖട്ടെ മീട്ടെ, അന്തർ ബാഹർ, ബുരി അച്ചി, ചോട്ട ബട ആസാനി മുഷ്കിൽ, ഉംദ ഫുസ്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. അത് നിങ്ങൾ എഴുതുകയും ചെയ്യാം. ഓക്കെ. അതുപോലെ നീച്ചെ ദിയെ ഹുയെ ജാൻവറോं की बोलियों को उनकी तस्वीरों के सामने लिखिए. അടിയിൽ പിന്നെ ഇത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ശബ്ദമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങളത് എഴുതി, ഈ ശബ്ദം ഏതാണോ അതിൻ്റെ ശബ്ദം അത് എഴുതി പൂർത്തീകരിക്കുകയും ചെയ്യാം. സഹി ബയാൻ पर സഹി और गलत पर गलत का निशान ലഗായിയെ. പിന്നെ നിങ്ങൾ ഇവിടെ ശരിയാണെങ്കിൽ ലോമഡി അപ്പനി ബഹാദുരി കെലിയ മഷൂറെ, കുറുക്കൻ അവൻ്റെ ബഹാദുരി ധീരതയ്ക്ക് അറിയപ്പെട്ടതാണ്. അത് ശരിയാണെങ്കിൽ അവിടെ ശരിയിട്ട് കൊടുക്കുക, തെറ്റാണെങ്കിൽ അവിടെ തെറ്റിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇൻ തസ്വീറോं के बारे में दो ജുംല ലിഖിയെ. ഈ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ 2 ജുംല വീതം എഴുതുക. പൂച്ച, തത്ത, മയിൽ, കുരങ്ങൻ. അപ്പോൾ അതിനെപ്പറ്റി 2 ജുംലകൾ ഉണ്ടാക്കുക. ബുലന്ദ് ആവാസ് സെ പഠിയേ और खुश ഖത്ത് ലിഖിയെ. നിങ്ങളത് വായിക്കുക, ഉയർന്ന ശബ്ദത്തിൽ വായിക്കുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൈയക്ഷരം നന്നാക്കാൻ വേണ്ടിയിട്ട് എഴുതി പരിശീലിക്കുകയും ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറുകൾ മറക്കണ്ട, മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതുക. അപ്പോൾ പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.